ഞാൻ നിർമ്മകൃഷ്ണ നിക്ഷേപക സംരക്ഷണ സമിതിയുടെ അധ്യക്ഷനാണ്. ഞാനിപ്പോൾ മീഡിയയിൽ വന്നിട്ടുള്ളത് ഈ തട്ടിപ്പ് നടന്ന നാൾ മുതൽ 2017 ഈ തട്ടിപ്പ് ആരംഭിക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെയുള്ള തട്ടിപ്പുകളും അതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് കേരള സർക്കാരുകളും ഉദ്യോഗസ്ഥരും എടുത്തിട്ടുള്ള നടപടികളും അതിൻ്റെ റിപ്പോർട്ടുകളും അതിൻ്റെ വിധികളെയും കുറിച്ച് പൊതുജനത്തെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം ഈ കേസിൽ 15/7/2019 സുപ്രീം കോടതിയുടെ ഒരു ഡയറക്ഷനുണ്ട്. അതൊരു ഓർഡറായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഓർഡർ ആർക്കൊക്കെയാണെന്ന് വെച്ചാൽ തമിഴ്നാട് ചീഫ് സെക്രട്ടറി EOW ഉദ്യോഗസ്ഥർക്കും മാത്രമല്ല ഡിസ്ട്രിക്ട് റവന്യൂ ഓഫീസർ നാഗർകോയിൽ ഇവർക്ക് എല്ലാവർക്കും കൂടി നൽകിയിട്ടുള്ള ഒരു നിർദ്ദേശമാണ് സുപ്രീം കോടതി ഓർഡറായിട്ട് വന്നിട്ടുള്ളത്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് നിർമ്മകൃഷ്ണ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലും തമിഴ്നാട്ടിലും ഉള്ള വസ്തുവകകൾ എല്ലാം അറ്റാച്ച് ചെയ്ത് സുപ്രീം കോടതിയെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഈ ഉത്തരവിൽ. അതിനോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിൻ്റെ ഒരു ഉത്തരവ് 20/8/2018 സൈൻ ചെയ്തിട്ടുള്ളതാണ്. ഈ ഉത്തരവ് ഇറങ്ങിയത് 31/7/2018 ഈ ഉത്തരവിൽ പറയുന്നുണ്ട്, ഇറ്റ് അപ്പിയർ ദാറ്റ് ദി പ്രോപ്പർട്ടീസ് ബിലോങ്സ് ടു ദി പ്രൊമോട്ടേഴ്സ് ആൻഡ് ഫാമിലി ലൈക്ക് നോട്ട് ഓൺലി ഇൻ തമിഴ്നാടു ബട്ട് ആൾസോ ഇൻ ദി നൈബറിംഗ് സ്റ്റേറ്റ് ഓഫ് കേരള. കേരളത്തിലും തമിഴ്നാട്ടിലും വസ്തുവകകളുണ്ട്. ഇതെല്ലാം അറ്റാച്ച് ചെയ്ത് വിറ്റ് എല്ലാ നിക്ഷേപകർക്കും തുല്യമായി വിരിച്ചു കൊടുക്കണമെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഈ വിധികളെ എല്ലാം മറച്ചു വച്ചുകൊണ്ട് ഈ പ്രതികൾ കേരളത്തിലെ കീഴ്ക്കോടതികളെ സമീപിച്ച് അനുകൂലമായ ഉത്തരവുകൾ സമ്പാദിച്ച് വ്യാപകമായിട്ട് ഇവരുടെ വസ്തുവകകളും കമ്പനികളും വിൽപ്പന നടത്തുകയാണ്. ഇത് കോടതി അലക്ഷ്യവും ഈ വാങ്ങുന്നവരെ കൂടെ ഈ കേസിലേക്ക് വലിച്ചിഴയ്ക്കുന്ന ഒരു സംഗതിയാണ്. ഇതിൽ പലരും പെട്ടുകഴിഞ്ഞു, പലരും ഇവരിൽ നിന്നും വസ്തുവകകൾ വാങ്ങിയിട്ടുണ്ട്. ഇവർക്കൊന്നും ഈ വസ്തുവകൾ കയ്യിലാക്കാൻ പറ്റില്ല. കാരണം സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും വിധികൾ ഇവർക്കെതിരെയുണ്ട്. അതുകൊണ്ട് ദയവായി പൊതുജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വസ്തുവകകൾ എന്തെങ്കിലും കമ്പനികളോ മറ്റെന്തെങ്കിലും വാങ്ങുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ അതിൽ അറ്റാച്ച്മെൻറ്റ് ഏതെങ്കിലും രീതിയിൽ വന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. ഇത് കോടതിയുടെ ഉത്തരവുകളാണ്. ഈ ഉത്തരവുകൾ മറച്ചു വെച്ചുകൊണ്ട് പലരും വസ്തുക്കൾ ഡീൽ നടത്തിയിട്ടുണ്ട്, ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ രേഖകൾ ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതിൽ പലരും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അവർക്ക് നീതി കിട്ടണമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ സുപ്രീം കോടതി ഇടപെട്ടതിനാൽ ഇവർക്ക് ഹൈക്കോടതിയിൽ നിന്നും അനുകൂലമായ വിധി കിട്ടുവാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇതാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നത്, ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ 2017 ചുമതലയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരും തുടർന്നുള്ള ഇപ്പം നിലവിലെ ഉദ്യോഗസ്ഥരും അന്വേഷിച്ച് കണ്ടെത്തി മുഖ്യമന്ത്രിക്കും മറ്റ് മേലുദ്യോഗസ്ഥർക്കും നൽകിയിട്ടുള്ള റിപ്പോർട്ടുകളുടെ കുറിച്ചാണ്. ഈ റിപ്പോർട്ടുകളിൽ വ്യാപകമായ ക്രമക്കേട് നടത്തിയിരിക്കുകയാണ്. പ്രധാനമായിട്ട് പറയേണ്ടത്, ഇത് ലേറ്റസ്റ്റ് റിപ്പോർട്ടാണ്. ഇത് ക്രൈംബ്രാഞ്ചിൻ്റെ DYSP ബിനുകുമാർ സാറിൻ്റെ റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട് ഒപ്പിട്ടിരിക്കുന്നത് 21/2/2025. ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്, ഈ കേസ് തമിഴ്നാട്ടിലും കേരളത്തിലും വ്യാപകമായി തട്ടിപ്പുകൾ നടത്തിയിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വിദേശത്തും പൈസ കടത്തിയായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് CBI അന്വേഷിക്കണമെന്ന് റെക്കമെൻഡ് ചെയ്തുള്ള റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള സർക്കാർ അടിയന്തരമായി CBI അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുള്ളത്. എന്നാൽ ഇതിനു മുമ്പ് ക്രൈംബ്രാഞ്ചിലെ തന്നെ ചില ഉദ്യോഗസ്ഥർ അന്വേഷിച്ച് മുഖ്യമന്ത്രിക്കും മറ്റ് ഉദ്യോഗസ്ഥർക്കും നൽകിയിട്ടുള്ള വ്യാജമായ റിപ്പോർട്ടുകൾ കൂടി ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. ഈ റിപ്പോർട്ടുകളിൽ പറഞ്ഞിരിക്കുന്നത് മൊത്തം കള്ളങ്ങളാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ സ്ഥാപനങ്ങളില്ലെന്നും കേരളത്തിൽ കേസെടുക്കാൻ നിർവാഹമില്ലെന്നും ഒരു സുപ്രീം കോടതിയുടെ ഇതുമായി ബന്ധമില്ലാത്ത ഒരു വിധി പ്രതിപാദിച്ചുകൊണ്ട് റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. ഇതിലൂടെ കേരള ജനതയെയും കേരള മുഖ്യമന്ത്രിയെയും
മേലുദ്യോഗസ്ഥരെയും മൊത്തം പറ്റിച്ചിരിക്കുകയാണ്. ഈ റിപ്പോർട്ടുകൾ നൽകിയ ഉദ്യോഗസ്ഥർ സ്വാധീനത്തിന് വഴങ്ങി ചെയ്തതാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ ഉദ്യോഗസ്ഥർക്ക് അവർക്കറിയാൻ ഈ റിപ്പോർട്ട് കാണുമ്പോൾ ഇവരിൽ ആരാണ് ഈ റിപ്പോർട്ട് കൊടുത്തതെന്ന്. ഇനി ഇതിൻ്റെ എതിരായിട്ട് ഞങ്ങളുടെ കയ്യിൽ ഇനി ഒരു തെളിവ് കൂടെ ഉണ്ട്. ആ തെളിവെന്ന് പറയുന്നത് ഈ സംഭവം നടന്ന് പിറ്റേ ദിവസം മുതൽ അന്വേഷണം നടത്തി കൊടുത്തിട്ടുള്ള റിപ്പോർട്ടുകളാണ്. അത് CBCID റിപ്പോർട്ടാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് കൊടുത്തിട്ടുള്ള റിപ്പോർട്ടാണ്. അത് വ്യക്തമായി പറയുന്നുണ്ട് സകല കാര്യങ്ങളും. ഇതിൽ പറയുന്നത് നിർമ്മലൻ ഇൻഷുറൻസ് പെറ്റീഷൻ ഫയൽ ചെയ്തത് വ്യാജമായിട്ടാണ്. ആ വ്യാജ IP-യുടെ പേരിലാണ് ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് അവിടെ ഒരു നോട്ടീസ് പ്രദർശിപ്പിക്കുകയുണ്ടായി. ആ നോട്ടീസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത പേജിൽ ഇതാ പറഞ്ഞിരിക്കുന്നു. ഇതിൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തിലുടനീളം നിർമ്മലന് സാമ്പത്തിക സ്ഥാപനങ്ങളുണ്ടെന്നും മാത്രമല്ല കേരളത്തിലും തമിഴ്നാട്ടിലും വിദേശത്തും സ്ഥാപനങ്ങൾ നമ്മുടെ നിക്ഷേപയുടെ പൈസ ഉപയോഗിച്ച് സ്ഥാപനങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ടെന്നും ഇതെല്ലാം ബിനാമി ഇടപാടുകളാണെന്നും ഇതെല്ലാം അന്വേഷിക്കണമെന്നും പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ റിപ്പോർട്ടിനെ പൂഴ്ത്തി വെച്ചുകൊണ്ട് വ്യാജമായി ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി സമർപ്പിച്ചിട്ട് മുഖ്യമന്ത്രിയെ പറ്റിച്ചിരിക്കുകയാണെന്ന് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. ഇതെല്ലാം പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ കൊടുത്ത റിപ്പോർട്ടുകളാണ്. ഇവർക്കെല്ലാം ഈ സംഭവത്തെക്കുറിച്ച് വ്യക്തമായിട്ട് അറിഞ്ഞു വെച്ചുകൊണ്ട് പറ്റിച്ചതാണ്. ഇനി ഇതിൻ്റെ തെളിവ് ഞാൻ തരാം. ഇതിൻ്റെ തെളിവ്